ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് രണ്ട് ഡെലിവറിയും രണ്ട് തരത്തിലായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഡെലിവറി ആണല്ലോ താരം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഡെലിവറി സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ രണ്ട് ഡെലിവറിയും രണ്ട് തരത്തിലായിരുന്നു. ഫസ്റ്റത്തെ എനിക്ക് നോർമൽ ഡെലിവറിയും രണ്ടാമത്തെ എനിക്ക് സി സെക്ഷനായിരുന്നു. ഈ ഫസ്റ്റത്തെ ഡെലിവറിയുടെ സുഖം അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്താ പറയുക സി സെക്ഷൻ ചോദിച്ചു വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ടല്ലോ, ഡെലിവറി വളരെ സിമ്പിളാണ്, ഈസി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ചെയ്യാനായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ചാനലിലല്ലേ എനിക്കിതിനെ പറ്റിയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. രണ്ടിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ വേദനയുടെ കാര്യമൊക്കെ നമുക്കറിയാം, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്, പിന്നെ അനുഭവിച്ചവർക്കും അറിയാം. പക്ഷേ ഈ അനുഭവിക്കാത്ത ആൾക്കാർ എന്തിനാ ഇതിനെപ്പറ്റി കമൻറ്റ് ഇടുന്നത് അല്ലേ? നമ്മൾ എന്തായാലും അനുഭവിച്ചവർ എന്തെങ്കിലും പറയുമോ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഡെലിവറി നല്ല വേദനയുള്ളതായിരുന്നു. അതിനത്ര ഈസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് മാത്രമല്ല, ഞാൻ എത്ര മണിക്കൂർ, ഞാൻ എൻ്റെ കണക്ക് പ്രകാരം ഒരു 10 മണിക്കൂറോളം 12 മണിക്കൂറോളം ഞാൻ വേദന അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എന്നിട്ടാണ് ഡെലിവറി നടന്നത്. അതിനുശേഷം അനുഭവിച്ച വേറെ കഥകൾ വേറെ. കുട്ടീനെ കിട്ടിയതായാലും കുട്ടീനെ എന്തോ ഭാഗ്യം കൊണ്ടാണ് കുട്ടീനെ കിട്ടിയത്. കാരണം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ശരിക്കും എനിക്ക് സി സെക്ഷൻ ചെയ്യേണ്ടതായിരുന്നു. അവനെ കിട്ടിയത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. കൈയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഫ്രാക്ചർ ഒടിയുമ്പോൾ നമുക്കിങ്ങനെ വള്ളിയൊക്കെ കിട്ടില്ലേ, ആ രീതിയിലാണ് ഒരു കുട്ടീനെ ജനിച്ചിട്ട് എനിക്ക് കാണിച്ചു തരണത്. അതൊന്നാമത്തെ കാര്യം. കുട്ടിയുടെ കൈ അനങ്ങുമെന്ന് ഡോക്ടർക്ക് പോലും ഉറപ്പില്ല. വലിച്ചെടുത്തതിൻ്റെ ആ ഒരു ഇതിൽ കുട്ടിയുടെ കൈ അനക്കണമെന്നല്ലേ കുട്ടി. അതിനുശേഷം കുട്ടി എന്ന് കൈ അനക്കും, എപ്പോൾ കൈ അനക്കും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ചിലപ്പോൾ ഭാവിയിൽ ഇങ്ങനെ ആവാനും സാധ്യതയുണ്ടെന്നാണ്. അതൊക്കെ കേൾക്കണ ഒരവസ്ഥ ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഉണ്ടായത്, എനിക്ക് യൂറിൻ്റെ പ്രശ്നമാണ് ഉണ്ടായത്. യൂറിൻ നമുക്ക് ട്യൂബ് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ശരിക്കും നോർമലി നമുക്ക് ഡെലിവറി കഴിഞ്ഞ് ട്യൂബ് ഇട്ട് അതേ പിറ്റേ ദിവസം നമുക്ക് നോർമൽ പോലെയാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഓക്കെ ആയിരുന്നില്ല. എനിക്കൊരു 28 ദിവസത്തോളം ഞാൻ അതിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഡിസ്ചാർജായി പോയത് 10ാം പൊക്കാണെന്ന് തോന്നുന്നു ഡിസ്ചാർജായി പോയത്. അതും ട്യൂബോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അതും കുറേ വേദന ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെലിവറിയുടെ വേദന പോരാണ്ട് ഡെലിവറിക്ക് ശേഷം ഒരുപാട് വേദന കഴിച്ചിട്ടുണ്ട്. ഇതും പോരാണ്ട് കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഫസ്റ്റത്തെ ഡെലിവറിയുടെ സ്റ്റോറി. രണ്ടാമത്തെ ഡെലിവറി ഞാൻ കുട്ടിക്ക് എന്താ പറയുക വെയിറ്റ് ഉണ്ടെങ്കിലും, അപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറിക്ക് ഡോക്ടർ പറഞ്ഞൊരു മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി വെയിറ്റ് ഉള്ളതുകൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടീനെ സി സെക്ഷൻ ചെയ്തെടുക്കേണ്ടത് ഡോക്ടർ ഉത്തരവാദിത്തമാണല്ലോ. പക്ഷേ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ലാസ്റ്റ് മിനിറ്റിലാണ് വന്നിട്ടുണ്ടാകുന്നത്. എന്നെ കൊല്ല ചെയ്യുന്ന രീതിയിൽ ചെയ്തതിന് ശേഷമൊക്കെയാണ് ഡോക്ടർ എത്തിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഡെലിവറി വേറെ ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടറോട് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് സി സെക്ഷൻ മതിയെന്ന്. ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു വേണ്ടി വരുമോ എന്ന്. പക്ഷേ എൻ്റെ കൂടി അഭിപ്രായം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പെയിൻഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയണ ഒരു കാര്യം. പക്ഷേ ഞാൻ സി സെക്ഷൻ ചോദിച്ചു വാങ്ങിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു വേദന എനിക്ക് സഹിക്കാൻ വയ്യ. കുട്ടിയുടെ കാര്യത്തിലും വന്ന കാര്യം നമുക്കിനി റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടർക്കും സത്യത്തിൽ പേടിയുണ്ടായിരുന്നു. കാരണം ഇനി ഇങ്ങനൊരു സംഭവം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറും എൻ്റെയും ഒക്കെ തീരുമാനത്തിലാണ് രണ്ടാമത്തെ സി സെക്ഷൻ ആയത്. അപ്പോൾ എന്നിട്ട് ഇത്രയും രണ്ട് വേദന ഞാൻ അനുഭവിച്ചു. അപ്പോൾ എനിക്ക് ചില സമയം ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും സി സെക്ഷനെക്കാട്ടിയും വേദന ഞാൻ ശരിക്കും നോർമൽ ഡെലിവറിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേദന അറിയണവർക്കറിയാം. നമുക്ക് തുമ്മാനോ അല്ലെങ്കിൽ ഞാൻ പ്രസവിച്ച് കിടക്കണ ആ ടൈമിലൊക്കെ അമ്മയൊക്കെ വന്ന് എന്തെങ്കിലും കോമഡിയൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം നമുക്ക് ചിരിക്കാൻ പറ്റില്ല. നമുക്ക് ചിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദന ഇളകും. സ്റ്റിച്ചിൻ്റെ അവിടേക്കുള്ള വേദന ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കാട്ടും വേദന ഞാൻ ശരിക്കും നോർമൽ ഡെലിവറിക്ക് അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതിനെ ഇത്ര ഈസി ആയിട്ട് പറയണ ആൾക്കാരെ നമിക്കണം ശരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ആ വേദന അനുഭവിക്കാത്ത ആൾക്കാർ അതിനെപ്പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അതങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ രണ്ട് സ്റ്റോറി ഇങ്ങനെയായിരുന്നു. രണ്ട് മക്കളെ കിട്ടിയതും രണ്ട് കഥയാണ് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി
വീഡിയോ വളരെ ഷോർട്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പകുതി കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ, ശരിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചുരുക്കി, മാക്സിമം ചുരുക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ ഡെലിവറി സ്റ്റോറി ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.